PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. അതായത് അൻവർ എന്തുകൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ പോയത് പേടിച്ചു പോയതാണ്. കാരണം എന്തായാലും അൻവർ അവിടെ ജയിക്കില്ല എന്നുള്ള കാര്യം അൻവറിന് ഉറപ്പായി. അവിടെ ഒരു ജയം എന്തായാലും മുഹമ്മദ് റിയാസിനെ അവിടെ ഒരു ജയം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പം അത് മുന്നിൽ കണ്ടപ്പോഴാണ് എന്നാൽ നാണംകേട് ഉണ്ടാന്ന് വിചാരിച്ച് ചാടിപ്പോയ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ്സുകാർ വേണ്ടത്ര ഒരു പരിഗണന കൊടുത്തില്ല. തന്നെയുമല്ല, തൃണമൂൽ കോൺഗ്രസിനോട് കുറച്ചധികം വാഗ്ദാനങ്ങൾ ഈ PV അൻവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 200 സീറ്റുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിക്കും, ഇത് കൂടാതെ 20 പഞ്ചായത്തുകൾ പിടിക്കും, അങ്ങനെ തുടങ്ങി ഒരുപാട് ഓഫറുകൾ മുന്നോട്ട് വെച്ചു. അപ്പൊ ഇത് കേട്ടിട്ട് കേരളത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം വലിയ ആത്മവിശ്വാസത്തിലായി. കാര്യം PV അൻവറിനെ പോലെ ഒരു നേതാവ് കഴിഞ്ഞ നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്ത് 10-25,000-ലധികം വോട്ടുകൾ പിടിച്ചു മാറ്റിയ ഒരു നേതാവ് എന്നൊക്കെയുള്ള ഒരു പ്രസക്തി സത്യത്തിൽ PV അൻവറിനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും വിശ്വസിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തൃണമൂൽ കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. PV അൻവറിനെ സംബന്ധിച്ച് അപ്പം ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം ഈ പറയുന്ന ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിലാണെങ്കിൽ തന്നെയും തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ വലിയ വേരോട്ടമൊന്നുമില്ല. ഇപ്പൊ ആം ആദ്മി പാർട്ടി നിൽക്കുന്നു, അതുപോലെ തന്നെ BSP ഉണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പൊ ഈ പാർട്ടികൾക്ക് എല്ലാവർക്കും കേരളത്തിൽ വേര് പിടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ദുര്യോഗം തന്നെ. ഇപ്പം മമതാ ബാനർജിയെ പോലെ അതിശക്തയായ ഒരു വനിതാ നേതാവാണ് അവര്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു വനിതാ നേതാവും കേരളത്തിലേക്ക് ഒരു എൻട്രി പ്രതീക്ഷിക്കും. ശരിക്കും PV അൻവർ എന്ന് പറയുന്ന ആരും അല്ല, ദീദിക്ക് അറിയത്തുമില്ല, അത് വേറൊരു കാര്യം. അപ്പം ഇതിനകത്തേക്ക് ഒരു എൻട്രി പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിന് ഏറ്റവും വലിയൊരു വഴിമരുന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും അധികം സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ മാർക്ക് ചെയ്യപ്പെടും. കാര്യം തൃണമൂൽ കോൺഗ്രസിനെ പോലെ 200 സീറ്റ് പിടിക്കുക എന്നുള്ള കൊച്ചു കാര്യമൊന്നുമല്ല. 200 സീറ്റ് പിടിക്കുന്നു, ഈ പറയുന്ന പോലെ 20-ലധികം പഞ്ചായത്തും പിടിക്കുന്നു, സംഭവം സേഫായി. ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ആ ചിന്തയ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയി. അപ്പൊ മനസ്സിലായി PV അൻവർ എന്ന് പറയുന്ന നേതാവ് വെറും കടലാസ് പുലിയാണ്, ഒരു കാര്യമില്ലാത്ത നേതാവാണ്. കാരണം ഈ PV അൻവർ നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഗ്രൂപ്പ് കളിക്കുന്നതിൽ വലിയ മിടുക്കനായിരുന്നു. അത് മലപ്പുറം പോലെ ഒരു ജില്ലയിൽ നിന്നുകൊണ്ട് ശക്തമായ തോതിൽ ഗ്രൂപ്പ് കളിച്ചു. ഈ ഗ്രൂപ്പ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പുകളിൽ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ ആര്യാട മുഹമ്മദുമായി കൊമ്പ് കോർക്കുന്ന കാര്യമായി. അതുകൊണ്ടാണല്ലോ നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്ത് എനിക്ക് തോന്നുന്നു അന്നുണ്ടായിരുന്ന VS ജോയി മറ്റോ ആണെന്ന് തോന്നുന്നു അവിടെ മത്സരിക്കാനായിട്ട് ഒരാളെ നിർത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ നിർത്താൻ തീരുമാനിച്ച അയാളെ മത്സരിപ്പിച്ചാൽ മതി എന്ന് PV അൻവർ അങ്ങോട്ട് സജഷൻ വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അസോസിയേറ്റ് അംഗമല്ല, ഒന്നുമല്ല. അങ്ങനെ അല്ലാത്ത ഒരാൾ PV അൻവർ UDF-നോട് അങ്ങോട്ട് പറയും ഞാൻ പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ UDF സ്വാഭാവികമായിട്ടും UDF തള്ളിക്കളഞ്ഞു. പകരം ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ അച്ഛനായ ആര്യാടൻ മുഹമ്മദുമായിട്ട് സ്ഥിരം കൊമ്പ് കോർക്കുകയും അവിടെ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് കരുണാകരന്റെ ഗ്രൂപ്പിനെ, അതായത് ഇന്ദിരാ കോൺഗ്രസിന് അവിടെ ഒരു പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളാണ് PV അൻവർ. എന്നിട്ട് പിന്നീട് ഈ കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് പിന്നീടാണ് ഈ കോൺഗ്രസ് വിഘടിക്കുന്നത്. അതായത് കരുണാകരൻ ആ K മുരളീധരനെ തോൽപ്പിച്ചതിൻ്റെയൊക്കെ തോൽപ്പിച്ച് മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായല്ലോ. അപ്പൊ ആ സാഹചര്യം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവര് കരുണാകരൻ തന്നെ ഈ കോൺഗ്രസിനകത്ത് അപ്രസക്തനായ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇനിയിപ്പോ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി DIC ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കരുണാകരൻ രൂപീകരിച്ചപ്പോൾ ഈ PV അൻവർ കൂടി അതിനോടൊപ്പം ചേർന്നു. പിന്നീട് തിരികെ കരുണാകരനോടൊപ്പം വരികയും ചെയ്തു. പിന്നീടാണ് ഈ പറയുന്ന ഒരു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് ഏറനാട് മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നത്. അവിടെയാണ് ഒരു ചലനം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, കരുണാകരൻ്റെ കൂടെ നിൽക്കുന്നു, സ്വന്തം നാട്ടിൽ തന്നെ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ കരുണാകരനെ വളർത്താൻ വേണ്ടി പരിശ്രമിക്കുക ഒക്കെ ചെയ്തൊരു നേതാവായിട്ട് തന്നെയാണ് പലപ്പോഴും ഈ PV അൻവർ എന്ന് പറയുന്ന നേതാവ്. പിന്നീട് PV അൻവർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച കണ്ടു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇടതുപക്ഷത്തിൽ നിന്നിറങ്ങി UDF-നോടൊപ്പം വീണ്ടും UDF-ന്റെ അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിലേക്ക് കൂട്ടുകൂടാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് PV അൻവറിന്റെ ഒരു പൊളിറ്റിക്കൽ ജേണി എന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ നമുക്കറിയാവുന്നതിന് തൊട്ട് മുമ്പുണ്ടായ സംഭവ വികാസങ്ങൾ ഇതൊക്കെയാണ്. ഈ PV അൻവറിന് ഇപ്പോ ഇനി മമതാ ബാനർജിയായിട്ട് എനിക്കൊരിതുമില്ല. ഇത് PV അൻവർ പറയുന്ന ഒരു കാര്യം ഇതാ, ഈ മമതാ ബാനർജിയും കോൺഗ്രസും തമ്മിൽ ബംഗാളിൽ പ്രശ്നമാണ്.
ഇവർ തമ്മിൽ എതിർപ്പാണ്. ആ എതിർപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ വേദിയിലേക്ക് ഒരു തൃണമൂൽ കോൺഗ്രസ് അംഗവും പ്രസംഗിക്കാൻ വരില്ല എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, പക്ഷെ കേരളത്തിൽ അങ്ങനെ അല്ലല്ലോ. കേരളത്തിൽ അലയൻസ് ഉണ്ടാക്കിയാലല്ലേ തൃണമൂൽ കോൺഗ്രസിന് പിടിച്ചിരിക്കാൻ പറ്റൂ. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെസ്റ്റ് ബംഗാളിൽ CPM ആയിട്ട് എതിരാണ് തൃണമൂൽ കോൺഗ്രസ്. കാര്യം വെസ്റ്റ് ബംഗാളിൽ പിന്നെ CPM തകർത്തത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ട് CPM ആയിട്ട് അല്ലെങ്കിൽ LDF ആയിട്ട് അലയൻസ് ഉണ്ടാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? കാര്യം ഇത് മുന്നണി സംവിധാനമല്ലേ. നമ്മൾ നോക്ക്, ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയില്ലേ? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ സമയത്ത് CPIയും CPMഉം കോൺഗ്രസിനോട് അലയൻസ് നടത്തിയിട്ടല്ലേ അവിടെ പിന്നെ കേന്ദ്രത്തിൽ മത്സരിക്കുന്നത്. അതായത് കേരളത്തിന് പുറത്ത്, കേരളത്തിനകത്ത് LDF UDF എന്ന് പറയുന്ന രണ്ട് പിന്നെ മുന്നണികൾ ഉണ്ടെങ്കിൽ തന്നെയും കേരളത്തിന് പുറത്തേക്ക് എത്തുമ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും ആ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികളായി CPIയും CPMഉം ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ പിന്നെ പ്രശ്നം വരാത്തത്? ഇപ്പൊ ആനിരാജ അടക്കമുള്ള ഇവിടുത്തെ വലിയ നേതാക്കന്മാരെല്ലാം ഇവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അവിടേക്ക് പോകുമ്പോൾ അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ അത് ഈ പറയുന്ന ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് പിന്നെ സംസാരിക്കില്ല, അവിടെ എതിരാണ്, ഇവിടെ എതിരല്ലേ, എന്നിട്ട് അവിടെ ഒരുമിച്ച് നിൽക്കുന്നില്ലേ? ഇതാണ് ഈ പിന്നെ PV അൻവർ പറയുന്ന ഒരു മുട്ടാപ്പോക്ക് എന്നൊക്കെ പറയില്ലേ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV അൻവറിന് മനസ്സിലായി തൃണമൂൽ കോൺഗ്രസിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനിയും മുന്നോട്ട് കേരളത്തിൽ പോവുക സാധ്യമല്ല. തന്നെയുമല്ല, ഇത്തവണ PV അൻവറിന് സ്വയം മനസ്സിലായ ഒരു കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ PV അൻവർ എന്ന് പറയുന്ന ഒരു നേതാവ് പിന്നെ UDFന്റെ ഭാഗമാക്കില്ല. അവരെന്തിന് PV അൻവറിനെ താങ്ങി നടക്കണം? UDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിനെ താങ്ങി നടക്കേണ്ട ഗതികേട് സത്യത്തിൽ കോൺഗ്രസിനില്ല. അപ്പൊ തോറ്റു കഴിഞ്ഞാൽ പോവാൻ വേറൊരു ഇടവില്ല, ചാടാൻ വേറൊരു ഇടവില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തും പറഞ്ഞിരിക്കും. UDFൽ അധികാരമില്ല, MLA അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, പഞ്ചായത്ത് മെമ്പർ അല്ല, ഇനി അത് പോട്ടെ ഒന്നുമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ പോലും ഒരാളല്ല. നമ്മൾ നോക്കണേ, തൃണമൂൽ കോൺഗ്രസിന് വേറെ ഇവിടെ പിന്നെ ഭാരവാഹികളുണ്ട്, സംസ്ഥാന ഭാരവാഹികൾ വേറെ ആൾക്കാരുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ PV അൻവർ പിന്നെ ആരാ? ഒരാളും അല്ല, ഒന്നുമല്ല. ഈ സാഹചര്യത്തെ മറികടക്കണം. ഈ സാഹചര്യത്തെ മറികടന്നുകൊണ്ട് UDFനോടൊപ്പം ചേർന്ന് നിൽക്കണം. ഇനിയിപ്പോ UDFനോടൊപ്പം ഇനിയും ചേർന്ന് നിന്നിട്ട് എന്തോ കാര്യം? ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനിയിപ്പോ UDF ചിന്തിക്കുന്ന വഴിക്ക് പോയെന്ന് തന്നെ വെച്ചു. മീൻസ് ഇപ്പൊ ഒരു ഭരണം കിട്ടിയെന്ന് വെച്ചു, അപ്പോഴും PV അൻവർ പിന്നെ MLA ആയിട്ടില്ലെന്നേ. പിന്നെന്താണ് PV അൻവറിനെ കൊണ്ട് കോൺഗ്രസിന് ഗുണം? PV അൻവർ എന്ന് പറയുന്ന ഒരു MLAയുടെ ബലത്തിലോ ആയിരിക്കില്ല ഇവിടെ ഭരണത്തിലേറുന്നത്. പിന്നെന്താണ് കോൺഗ്രസിന് PV അൻവറിനെ കൊണ്ട് ഗുണം? ഒരു തരത്തിൽ നോക്കിയാൽ പോലും തോറ്റു കഴിഞ്ഞാൽ PV അൻവറിനെ കൊണ്ട് UDFനോ കോൺഗ്രസിനോ ഒരു മെച്ചവും ഇല്ല, തൃണമൂൽ കോൺഗ്രസിനും മെച്ചമില്ല. അപ്പൊ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴേ തള്ളിക്കളഞ്ഞു PV അൻവറിനെ. അപ്പൊ PV അൻവർ നിലയില്ല കയത്തിലായിപ്പോ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതിനെ മറികടക്കണം. ഇനിയിപ്പോ രാഷ്ട്രീയ പാർട്ടി മെയ് 15 കൂടി രൂപീകരിക്കുക എന്ന് വെച്ചോളൂ. എന്തിന്? എത്ര നാള്? ഈ ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ. ഇനിയും PV അൻവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് എന്തിനാ? ഇനിയും ഈ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രാധാന്യം ഉണ്ടാകണമെങ്കിൽ ഇപ്പം പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത 31 എത്തണം. 2031 എത്തിയാലേ ഈ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പോകണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ 29 ആ 29 എത്തിയാലേ ഇനി ഈ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം PV അൻവർ ശരിക്കും രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രസക്തനാകാൻ പോവുകയാണ്. പിന്നീട് ഇനിയിപ്പോ എന്തെങ്കിലും ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ BJPയെ താങ്ങി നിൽക്കേണ്ടി വരും. അതിൽ പക്ഷേ ഈ പറയുന്ന ഞാൻ ഫാസിസത്തിനെതിരാണ്, ഞാൻ വർഗീയതക്കെതിരാണ് എന്നൊക്കെ എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. PV അൻവർ കൃത്യമായി വർഗീയത പ്രയോഗിക്കാൻ അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ്. അതിനകത്ത് പല ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച മരിമോനിസം, പിണറായിസം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ കാര്യത്തോട് അടുത്തപ്പോ മുട്ടുവിറച്ചില്ലേ? എങ്ങനെ മുട്ടുവിറക്കായിരിക്കും? അവിടെ ഏറ്റവും മണ്ടത്തരമുള്ള, ഞാൻ അന്ന് PV അൻവറിന് അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ 101/0 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തി. അതായത് ഒരു സീറ്റ് PV അൻവർ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ബേപ്പൂർ സീറ്റ് LDFന് കിട്ടിയെന്നേ. ബാക്കി 70 സീറ്റ് മതി, ഇടതുപക്ഷം ഇനി ബാക്കി നോക്കിയാൽ മതി, ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ഇനി ഇല്ല, PV അൻവർ ഇല്ല, രാഷ്ട്രീയത്തിൽ നിന്ന് ചിത്രത്തിൽ നിന്ന് പോയി. ബേപ്പൂര് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന കേരളത്തിന്റെ എല്ലായിടത്തും നമ്മൾ യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ കയ്യൊപ്പുണ്ട്. പാലങ്ങൾ നോക്കൂ. ഇപ്പൊ പെരുമ്പളം പാലം നിർമ്മിച്ചു. എത്ര കിലോമീറ്റർ ആണ്? അവിടുത്തെ സെക്കൻഡ് ഷോയ്ക്ക് വേണ്ട ഇപ്പോഴാണ് അവർ പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ.
അപ്പൊ ഇത്രയേറെ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിലേക്ക് ഇറങ്ങി പാലങ്ങളുടെ ബഹളമോ, അങ്ങോട്ട് രാമനാട്ടുകര ഇവരുടെ അടുത്തേക്കുള്ള സ്ട്രെച്ചുകൾ നീട്ടിയത്, ഇപ്പൊ പാലങ്ങളുടെ നിർമ്മാണം, ഇതെല്ലാം കൂടെ എടുത്ത് അവിടെ തന്നെ നോക്കൂ, ബേപ്പൂര് തന്നെ നോക്കിയാൽ മതി. ഇത്തരത്തിലുള്ള അവിടുത്തെ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഹാർബറിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ മുഹമ്മദ് റിയാസ് ഒരു പണത്തൂക്കം മുന്നിൽ തന്നെയാണ് എപ്പോഴും. അവിടെ പോയി മത്സരിക്കാൻ എടുത്ത ആത്മഹത്യാപരമായ തീരുമാനമാണ്. അതല്ലെങ്കിൽ UDF PV അൻവറിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടെ കൊണ്ടുവന്നിട്ട് കുരുതി കൊടുത്താണെന്നേ പറയുള്ളൂ. ഇതല്ലെങ്കിൽ ധർമ്മടത്ത് കൊണ്ട് മത്സരിപ്പിച്ചേനെ PV അൻവറിനെ. ഇത് രണ്ടിടത്ത് ഇട്ട് ഉറപ്പായിട്ടും ഇവിടെ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മണ്ഡലം ധർമ്മടവാ. അവിടെ ധർമ്മടത്ത് കൊണ്ടുവന്നിടും. ധർമ്മടത്ത് കൊണ്ടിട്ടാൽ എന്താ, പിണറായി വിജയനെതിരാ തോറ്റു തുന്നം പാടും, നാറ്റിക്കും, അത്രേ ഉള്ളൂ. അപ്പോഴും പിണറായിസത്തിന് നേരെ നിന്ന് തോറ്റുപോയ ഒരാളാണ് PV അൻവർ. മരുമോനിസത്തിന് നേരെ നിന്ന് തോറ്റുപോയ ഒരാളാണ് PV അൻവർ. ഈ അവസ്ഥയിലാണ് PV അൻവർ. ഇനി ഇപ്പൊ PV അൻവർ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആരെങ്കിലും ശ്രദ്ധിക്കൂ. PV അൻവറിന്റെ കാലമൊക്കെ കഴിഞ്ഞു പോയെന്നേ. ഇനി മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിരുത്തി എന്തെങ്കിലും മുട്ടാപ്പോക്ക് തർക്കങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ചു കാലം കൂടി ഇങ്ങനെ ഈ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കാം എന്നതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ PV അൻവറിന്റെ അസ്തമനമായി എന്ന് തന്നെ പറയേണ്ടി വരും.